നമസ്കാരം. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒന്നിൽ കൂടുതൽ പേര് അല്ലെങ്കിൽ ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിച്ച ഒരു ചോദ്യത്തിൻ്റെ ഉത്തരവുമായിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. ആ ചോദ്യം ഇങ്ങനെയാണ്: മാം ഒരു റേക്കി മാസ്റ്റർ ടീച്ചർ അല്ലേ, അല്ലെങ്കിൽ റേക്കിയുടെ ഒരു ഗുരു അല്ലേ? അപ്പം എൻ്റെ സ്പിരിച്വൽ പർപ്പസ് അല്ലെങ്കിൽ എൻ്റെ സോൾ പർപ്പസ് എന്താണ് എന്നൊന്ന് റേക്കി വെച്ച് നോക്കിയിട്ട് പറഞ്ഞു തരാമോ എന്ന് ചോദിച്ചിട്ട് ഒരുപാട് പേര് എന്നെ സമീപിക്കാറുണ്ട്. അതിനുള്ളൊരു ഉത്തരവാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അതായത്, റേക്കിയിലൂടെ നമുക്ക് നമ്മുടെ സോൾ പർപ്പസിനെ മനസ്സിലാക്കാൻ സാധിക്കുമോ? അല്ലെങ്കിൽ നിങ്ങളൊരു സ്പിരിച്വൽ പേഴ്സൺ ആണ് എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടുന്ന സോൾ പർപ്പസ് എന്താണ് എന്ന് എങ്ങനെ കണ്ടുപിടിക്കാം? ഇതാണ് എല്ലാവർക്കും അറിയേണ്ടുന്ന കാര്യം. ഇതിൽ സോൾ പർപ്പസ് എന്താണ് എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കിയിരിക്കണം. അതുപോലെ തന്നെ ലൈഫ് പർപ്പസ് എന്താണെന്ന് മനസ്സിലാക്കിയിരിക്കണം. ഇതിനെ പറ്റിയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ടൊരു വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതൊന്ന് പോയി കാണുക. എന്താണ് ലൈഫ് പർപ്പസ് എന്നും എന്താണ് സോൾ പർപ്പസ് എന്നും. ഒരു വ്യക്തിയെ അവൻ്റെ എല്ലാ തലങ്ങളെയും ഉയർത്താനും അതോടൊപ്പം ആ വ്യക്തിയുടെ സോളിനെ അതിൻ്റെ ഹയർ സെൽഫിലേക്ക് ഉയർത്താൻ നമ്മളൊരു കാരണമാവുന്നുണ്ടെങ്കിൽ അതാണ് നമ്മൾ ചെയ്യുന്ന സോൾ പർപ്പസ് എന്ന് പറയുന്നത്. ലൈഫ് പർപ്പസ് എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിലുള്ള മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള അച്ചീവ്മെൻറ്റ്സ് ആണ് ഉദ്ദേശിക്കുന്നത്. സോ നമ്മുടെ ചോദ്യത്തിലേക്ക് തിരിച്ചു വരാം. റേക്കിയിലൂടെ നമുക്ക് നമ്മുടെ സോൾ പർപ്പസിനെ കണ്ടെത്താൻ സാധിക്കുമോ എന്ന് ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. ഒറ്റവാക്കിൽ ഉത്തരം പറയുകയാണെങ്കിൽ യെസ് എന്ന് തന്നെ നമുക്ക് മറുപടി പറയാം. പക്ഷെ അവിടെ ഒരു ടീച്ചറായതുകൊണ്ട് എൻ്റെ ഹെൽപ്പ് വേണമെന്നോ, അല്ലെങ്കിൽ നിങ്ങളെക്കാട്ടും എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ട് എൻ്റെ ഹെൽപ്പ് വേണോ, അല്ലെങ്കിൽ വേറൊരു ഗുരുവിൻ്റെ ഹെൽപ്പ് വേണോ എന്നുള്ളത് ഒരു കാരണം കൊണ്ടും അതൊരു നിബന്ധനയാണ് അല്ലെങ്കിൽ അത് നിർബന്ധമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഞാൻ എൻ്റെ സ്റ്റുഡൻസിനെ പഠിപ്പിക്കുന്നത് അവിടെ ഗുരു എന്നത് എൻ്റെ ഒരു പാർട്ടെന്ന് പറയുന്നത് ആ ഒരു ഡിവൈൻ എനർജിയെ എൻ്റെ ശിഷ്യരുമായിട്ട് കണക്റ്റ് ചെയ്യിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ്. എങ്ങനെ ആ എനർജിയെ അവരുടെ ലൈഫിലേക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് കണക്റ്റ് ചെയ്യിപ്പിക്കാം, അല്ലെങ്കിൽ എങ്ങനെയാണ് ആ എനർജിയുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്, റേക്കി എന്ന എനർജിയെ നമുക്ക് എങ്ങനെ ഉപയോഗിക്കാം, എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, ആ എനർജിയെ നമ്മൾ എങ്ങനെ കൊണ്ടു നടക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് എൻ്റെ സ്റ്റുഡൻസിലേക്ക് ഞാൻ എത്തിക്കുന്നത്. അപ്പം അതിൽ തന്നെ നിങ്ങൾക്ക് ആ ഒരു ഡിവൈൻ എനർജി ആയിട്ടുള്ളൊരു കണക്ഷൻ കൃത്യമായിട്ട് കിട്ടും. ആ ഒരു കണക്ഷൻ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് തന്നെ ആ എനർജിയുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ആ എനർജിയോട് നിങ്ങൾക്ക് തന്നെ ചോദിക്കാം എന്ത് ചെയ്യണം എന്നുള്ളത്. പക്ഷെ ഇതിൻ്റെ ഏറ്റവും വലിയ രസം ഇതൊന്നും അല്ല. നിങ്ങൾ ചോദിക്കുന്നുണ്ടോ ചോദിക്കുന്നില്ലയോ എന്നതൊന്നുമല്ല. നിങ്ങളൊരു നല്ല ഗുരുവിൻ്റെ അടുത്ത് എത്തുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് റേക്കി എന്ന മഹാശക്തിയെ എങ്ങനെ ഉപയോഗിക്കണം, അല്ലെങ്കിൽ എങ്ങനെ ആ എനർജിയെ ഏറ്റവും ബെസ്റ്റായിട്ട് കൊണ്ടു നടക്കാം എന്ന് നിങ്ങളുടെ ഗുരു പറഞ്ഞു തരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിൽ നിക്ഷിപ്തമായിട്ടുള്ള ഈശ്വരൻ നിങ്ങളിലേക്ക് അനുഗ്രഹിച്ച് തന്ന ഒരു നിയോഗമുണ്ട്. ആ നിയോഗം നിങ്ങളുടെ മുമ്പിൽ തീർച്ചയായിട്ടും തെളിഞ്ഞു വരും. അതിലൊരു സംശയവും വേണ്ട. പലർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട്, നമ്മളൊരു ഗുരു ആയാൽ മാത്രമേ അതൊരു സോൾ പർപ്പസ് ആവുള്ളൂ, അല്ലെങ്കിൽ സ്പിരിച്വൽ പ്രാക്ടീസസ് എന്തെങ്കിലും ചെയ്താൽ മാത്രമേ അതൊരു സോൾ പർപ്പസ് ആവുള്ളൂ എന്ന്. അങ്ങനെയല്ല. നമുക്ക് ചുറ്റിലുമുള്ള നമ്മുടെ സുഹൃത്തുക്കളാവാം, നമ്മുടെ നെയ്ബേഴ്സ് ആവാം, നമ്മളുമായിട്ട് ബന്ധമില്ലാത്ത ആരൊക്കെയോ ആവാം, നിങ്ങളെ തേടി വരുന്ന ഏതൊക്കെയോ വ്യക്തികൾ, ഈ വ്യക്തികൾ ഏതെങ്കിലും ഒരു സഹായം ചോദിച്ച് നിങ്ങളടുത്ത് വരുമ്പോൾ
അവരെ കേൾക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ, അവരുടെ സങ്കടങ്ങളെ, അവരുടെ ബുദ്ധിമുട്ടുകളെ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ, അവരെ ഹീൽ ചെയ്യാൻ നിങ്ങളുടെ വാക്കുകളിലൂടെ നിങ്ങൾക്ക് അവരെ ഹീൽ ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, അതും ഒരു സോൾ പർപ്പസ് തന്നെയാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ, ഒരാൾക്ക് സാന്ത്വനമാവുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല, അത് വലിയ കാര്യമാണ്. അതുപോലെ ഒരാളെ തെറ്റിൽ നിന്നും തിരുത്തി നന്മയുടെ വഴിയിലേക്ക് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ, അതും ഒരു സോൾ പർപ്പസ് തന്നെയാണ്. നന്മ എന്ന് പറയുന്നത് ഈശ്വരനാണ്. ഈശ്വരനിലേക്കുള്ള വഴി നിങ്ങൾ ഒരു കാരണമാവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊരു സോൾ പർപ്പസ് തന്നെയാണ്. ഇനി ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ അങ്ങേയറ്റം ബുദ്ധിമുട്ടുന്നത്, അത് അസുഖമാവാം, സാമ്പത്തിക പ്രശ്നമാവാം, റിലേഷൻഷിപ്പ് ഇഷ്യൂ ആവാം, ഏത് കാരണമോ ആയിക്കൊള്ളട്ടെ, അങ്ങനെ ഒരു പ്രശ്നം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ടെങ്കിൽ അവർക്ക് നിങ്ങളൊരു വഴികാട്ടിയാവുന്നുണ്ടെങ്കിൽ, ചിലപ്പോൾ നിങ്ങളൊരു ഗുരുവിനെ കാട്ടിക്കൊടുക്കുന്നതാവാം, അല്ലെങ്കിൽ അവർക്ക് ഏത് പ്രശ്നമാണുള്ളത് ആ പ്രശ്നത്തിനൊരു സൊല്യൂഷൻ കിട്ടുന്നൊരു വ്യക്തിയെ കണക്റ്റ് ചെയ്ത് കൊടുത്താൽ പോലും അതുപോലും ഒരു സോൾ പർപ്പസാണ്. കാരണം നിങ്ങൾ അവിടെ ചെയ്യുന്നത് ഒരു ഡിവൈൻ പ്രോസസ്സാണ്. ദൈവികതയാണ് നിങ്ങളപ്പോൾ സ്പ്രെഡ് ചെയ്യുന്നത്. ഒരാളെ ബുദ്ധിമുട്ടിൽ നിന്നും സഹായിക്കുന്നത് പോലും സോൾ പർപ്പസ് തന്നെയാണ്, മനസ്സിലാക്കുക. എല്ലാവരും പഠിച്ച് ഹീലേഴ്സ് ആവുകയോ അല്ലെങ്കിൽ എല്ലാവരും പഠിച്ച് ഗുരുക്കന്മാരാവുകയോ ചെയ്യില്ല. പക്ഷേ നിങ്ങളുടെ വാക്കുകൾ കൊണ്ടോ, നിങ്ങളുടെ പ്രവൃത്തികൾ കൊണ്ടോ, നിങ്ങളുടെ ചിന്തകൾ കൊണ്ടോ ഒരു വ്യക്തിയിൽ അയാളുടെ തിന്മയെ മറികടന്ന് നന്മയിലേക്കുള്ള വെളിച്ചത്തിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈശ്വരൻ നിങ്ങളിൽ നിക്ഷിപ്തമാക്കിയിട്ടുള്ള ആ ദൈവനിയോഗം അത് തന്നെയാണ്. അത് മനസ്സിലാക്കുക. ഇനി രേഖ എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ നിയോഗം മനസ്സിലാവുമെന്ന് ചോദിക്കുന്ന ഒരുപാട് പേരുണ്ട്. എൻ്റെ അടുത്ത് പഠിക്കാൻ വരുന്നവരിൽ കുറച്ച് പേര് നഴ്സുമാരാണ്. അപ്പം ഇവർ ആദ്യം തുടക്കത്തിൽ എൻ്റെ അടുത്ത് ഈ ചോദ്യം ചോദിച്ചിട്ടുണ്ട് പലരും, നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന്. ഞാൻ ഒരിക്കൽ അവരുടെ അടുത്ത് പറഞ്ഞു, നിങ്ങൾ എന്താ ചെയ്യുന്നതെന്നുള്ളത് ഒന്ന് മനസ്സിലാക്കിയാൽ മതി എന്ന്. ഒരാളുടെ വേദനയെ ഇല്ലാതാക്കാൻ കഴിഞ്ഞാൽ, ഒരാളെ സമാധാനപ്പെടുത്താനും സന്തോഷിപ്പിക്കാനും നിങ്ങൾക്ക് കഴിയുന്നുണ്ടെങ്കിൽ അതും ദൈവികത തന്നെയാണ്. നിങ്ങളിൽ ഈശ്വരൻ നിക്ഷിപ്തമാക്കിയിട്ടുള്ളതും ഈ നിയോഗം തന്നെയാണ്. ചിലർ എൻ്റെ അടുത്ത് പറയും, മാം പഠിപ്പിക്കാൻ ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ പഠിക്കണം എന്ന് പറയുന്നവരെ മാമിൻ്റെ അടുത്ത് കൊണ്ടുവരാം. അതും ഒരു സോൾ പർപ്പസാണ്. കാരണം അവർക്ക് വഴികാട്ടാനുള്ള ഒരു വെളിച്ചത്തിൻ്റെ വഴിയിലേക്ക് നിങ്ങൾ അവരെ കൈപിടിച്ചെത്തിക്കുകയാണ്. അത് എന്നിലേക്ക് നല്ല ഞാൻ ഉദ്ദേശിച്ചത് ഏത് ഗുരുവിൻ്റെ അടുത്താണെങ്കിലും, അത് രേഖയാവാം, മറ്റു തരത്തിലുള്ള ഏത് സ്പിരിച്വൽ പ്രാക്ടീസ് ആണെങ്കിൽ പോലും അവിടേക്ക് നിങ്ങളൊരു കാരണമാവുന്നുണ്ടെങ്കിൽ, അവരെ എത്തിക്കാൻ നിങ്ങളൊരു കാരണമാവുന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് ദൈവം നിങ്ങളിൽ നിക്ഷിപ്തമാക്കിയ നിയോഗമാണ്. ഇനി മറ്റൊരു കാര്യം, മേൽപ്പറഞ്ഞ ഒരു കാര്യങ്ങളും അല്ല നിങ്ങൾ ചെയ്യുന്നത്. പക്ഷേ നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ സക്സസ് ആവുന്നില്ല എങ്കിൽ നിങ്ങൾ നിങ്ങളെ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കുക. ഈശ്വരൻ എന്താണ് നിങ്ങൾക്ക് വരദാനമായി തന്നിട്ടുള്ളത്? സ്പിരിച്വലി ഹയർ ആയിട്ടുള്ള ഒരുപാട് പേരെ എനിക്കറിയാം. പക്ഷേ അങ്ങേയറ്റം സാമ്പത്തിക ബുദ്ധിമുട്ടിലാണ്, അങ്ങേയറ്റം. അവരെന്നിട്ട് എൻ്റെ അടുത്ത് മണിരേഖയുടെ ഹീലിങ്ങിന് വേണ്ടിയിട്ടും ബ്ലെസ്സിങ്ങിന് വേണ്ടിയിട്ടൊക്കെ വരുമ്പോൾ ഞാൻ അവരോട് പറയും, ഈശ്വരൻ നിങ്ങൾക്ക് തന്ന അറിവിനെ നിങ്ങൾ എന്താണ് ഉപയോഗിക്കാത്തത്? അപ്പോഴാണ് അവരതിനെപ്പറ്റി ചിന്തിക്കുക. നല്ല ബ്ലെസ്സിങ്സ് ഉള്ള ആളുകളാണ്, പക്ഷേ അതിൻ്റെ ഡെപ്ത് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. എന്താണ് നിങ്ങളിൽ ഈശ്വരൻ നിക്ഷിപ്തമാക്കിയിട്ടുള്ളത്? മേ ബി നിങ്ങൾ നല്ലൊരു അസ്ട്രോളജർ ആയിരിക്കാം, അല്ലെങ്കിൽ നന്നായിട്ട് റീക്കി തന്നെ ചെയ്യുന്ന ആളുകളാവാം, നല്ല ടാരോട്ട് കാർഡ് റീഡേഴ്സ് ആവാം, കലാപരമായ കഴിവുകളുള്ളവരാവാം. ജസ്റ്റ് ഒന്ന് പോളിഷ് ചെയ്താൽ നിങ്ങൾ നന്നായിട്ട് അറിയപ്പെടുന്ന രീതിയിലേക്ക് മാറും. പക്ഷേ അറിയില്ല എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം, ഏത് വഴി തിരഞ്ഞെടുക്കണം. നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്ത് നോക്കുക,
നിങ്ങളുടെ ഉള്ളിലുള്ള കഴിവുകളെ ഒന്നറിയാൻ ശ്രമിക്കുക. എന്താണ് ഈശ്വരൻ നിയോഗിച്ചിട്ടുള്ളതെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഈശ്വരൻ തന്നെ തെളിഞ്ഞ് കാണിച്ചു തരും. അതിലൊരു സംശയവും വേണ്ട. ഒരുപാട് ജോലികൾ നോക്കിയിട്ട് എന്ത് ചെയ്യണമെന്നറിയാണ്ട് മെഡിറ്റേഷനിൽ ഇരുന്നപ്പോഴാണ് എനിക്ക് വെളിപാടുണ്ടായത്. അങ്ങനെ തന്നെ പറയണം. എനിക്കപ്പോഴാണ് മനസ്സിലായത് ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പോഴും ഒരിക്കലും ഞാനൊരു ഗുരുവാവും, ഈ ഒരു മാസ്റ്റർ ടീച്ചർ എന്ന പദവിയിലേക്ക് എത്തുമെന്ന് ഞാൻ ചിന്തിച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല. ആഗ്രഹം ഉണ്ടായിരുന്നു, അതിനുവേണ്ടി ഞാൻ ഒരുപാട് പ്രയത്നിച്ചിട്ടുണ്ട്. ഇപ്പോഴും ഞാൻ എൻ്റെ സ്റ്റുഡൻസിനോട് പറയും, ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് വരുന്ന ഓരോ ഹീലിങ്ങിലും, എൻ്റെ അടുത്ത് എൻ്റെ സ്റ്റുഡൻസ് ചോദിക്കുന്ന ഓരോ ചോദ്യങ്ങളിലും ഞാൻ പഠിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എത്ര പഠിച്ചാലും തീരാത്ത വലിയൊരു സാഗരമാണ് റേക്കി എന്നുള്ളത്. അതിനെ ഓരോ ദിവസവും ആഴത്തിൽ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അറിയുന്ന, ഞാൻ മനസ്സിലാക്കുന്ന ഓരോ കാര്യങ്ങളും എൻ്റെ ശിഷ്യരിലേക്ക് ഏറ്റവും നന്നായിട്ട് കൊടുക്കാനും ഞാൻ ശ്രമിക്കാറുണ്ട്. ഈശ്വരൻ ഇപ്പോൾ എന്നിൽ നിക്ഷിപ്തമാക്കിയിട്ടുള്ള നിയോഗം ഇതാണ്. വീണ്ടും വീണ്ടും ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി മുന്നോട്ട് പോവുകയാണ്. അപ്പം അടുത്ത ഘട്ടം എന്താണോ ഈശ്വരൻ നിക്ഷിപ്തമാക്കിയിട്ടുള്ളത്, തീർച്ചയായിട്ടും ആ സമയമാവുമ്പോൾ അതെൻ്റെ മുമ്പിൽ തെളിഞ്ഞു വരും. അതിലൊരു സംശയവുമില്ല. അതുപോലെ നിങ്ങൾ സ്പിരിച്വലി ഹയർ ആവുന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങളെ ഒന്ന് ഹീൽ ചെയ്യുക എന്നുള്ളത് വലിയൊരു പ്രോസസ്സാണ്. കൃത്യമായിട്ട് ചക്രാധ്യാനമൊക്കെ ചെയ്ത് നിങ്ങളുടെ ചക്രങ്ങളെയൊക്കെ ശുദ്ധീകരിക്കുന്ന സമയത്ത് ആ കോസ്മിക് എനർജി കൃത്യമായി നിങ്ങളിൽ ഫ്ലോ ചെയ്യുമ്പോൾ, കൃത്യമായൊരു ഡിവൈൻ കണക്ഷൻ നിങ്ങൾക്ക് ഫീൽ ചെയ്ത് തുടങ്ങുമ്പോൾ മെഡിറ്റേഷനിലിരുന്ന് ചോദിക്കാം. നിങ്ങളുടെ മുമ്പിൽ തെളിഞ്ഞു വരും നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത്. പല പല നിയോഗങ്ങളായിട്ടാണ് മനുഷ്യരെന്ന ജന്മമെടുത്ത് നമ്മൾ ഈ യൂണിവേഴ്സിലേക്ക് വന്നിട്ടുള്ളത്, ഈ ഭൂമിയിൽ നമ്മൾ വന്നിട്ടുള്ളത്. ആ നിയോഗത്തെ കൃത്യമായി മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചെങ്കിലും സ്പിരിച്വലി ഹയർ ആവണം. സ്പിരിച്വലി ഹയർ ആവണം എന്നുണ്ടെങ്കിൽ കൃത്യമായ ധ്യാനവും ചക്രാധ്യാനവും ഒക്കെ ചെയ്ത് നിങ്ങളെ ഒന്ന് ശുദ്ധീകരിക്കുക. ഡിവൈനുമായി, യൂണിവേഴ്സുമായിട്ട് കൃത്യമായിട്ടൊന്ന് കണക്ഷൻ വയ്ക്കുക. ആ ഒരു കണക്ഷനാണ് നിങ്ങൾക്ക് വഴി തെളിയിച്ച് തരിക. സോ തുടക്കത്തിൽ ഞാൻ പറഞ്ഞ ആ ചോദ്യത്തിൻ്റെ ഉത്തരം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു ദിവസം ആവട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാ നന്മകളും ഉണ്ടാവട്ടെ. താങ്ക് യു.